Bruno, 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 Bruno. He comes from starting like Cristiano. He goes left, he goes right. Make defenders do shy. He's a Portuguese magnifico. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ എന്തായിരുന്നു കണ്ടത്? എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന പോലെ ജഗ പുക, കംപ്ലീറ്റ്ലി ജഗ പുകയായിട്ടുള്ളൊരു കളി. ബ്രൂണോയ്ക്ക് ഇന്ന് ആ ഒരു ഒറ്റ അസിസ്റ്റ് പോലും കിട്ടിയിരുന്നേ ഉണ്ടല്ലോ, എംബുമൊക്കെ ഇന്ന് എയർലൈന് എത്ര പേര്, അതായത് വട്ടം കൂടി എല്ലാവരും ഇരുന്നിട്ട് അവസാനം ഡാലോ വന്നിട്ട് ഇങ്ങ് ആർക്കും പറ്റില്ല, ഞാൻ അടിക്കാന്നുള്ള രീതിയിൽ ഡാലോ എടുത്തുകൊണ്ട് പോയി. അതായിരുന്നു ഏറ്റവും ക്ലോസസ്റ്റ്. ഡാലോ നൈസായിട്ട് എടുത്തുകൊണ്ട് പോയി, അത് കറക്റ്റ് പോസ്റ്റ് തട്ടി. വെരി അൺലക്കി. അത് ഒരു കേസ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലൊരു എന്താ പറയുക, കിട്ടിലായിട്ട് കളിച്ചു. അതായത് കാരിക്കിൻ്റെ ആദ്യത്തെ പെർമനൻറ്റ് മാനേജറായിട്ടുള്ള, അതിൽ പെർമനൻറ്റ് ഹെഡ് കോച്ചായിട്ടുള്ള, ബിക്കോസ് ചെൽസി ഇപ്പം മാനേജറായിട്ട് ചാബി അലോൺസോനെ കൊണ്ടുവരുന്നുണ്ട്. അത് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഹെഡ് കോച്ച് സിസ്റ്റത്തിൽ നിന്ന് മാറി മാനേജർ എന്നുള്ളൊരു പദവിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു, നമ്മളതിൽ നിന്ന് വീണ്ടും പോകുന്നു എന്നുള്ളതൊരു ചെറിയൊരു കൺസേണിങ് ഫാക്ടറാണ്. എന്തായാലും എന്താ അവിടെ സംഭവിക്കുന്നത് അറിയില്ല, പക്ഷേ സ്റ്റിൽ അപ്പം പെർമനൻറ്റ് ഹെഡ് കോച്ചായിട്ടുള്ള ഫസ്റ്റ് കളിയിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 4.2 XG എങ്ങാണ്ട് ഉണ്ടാക്കി. അതും 4.2 എന്ന് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ പ്രോപ്പർലി എന്താ പറയുക, 3 അടിച്ചെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7-8 ഒക്കെ അടിക്കായിരുന്നു സുഖമായിട്ട്. ബ്രൂണോയ്ക്ക് തന്നെ 24-25 അസിസ്റ്റ് ഈ കളി തന്നെ ഒപ്പിച്ചെടുക്കായിരുന്നു. എന്താ പറയുക, ആൻഡ് കസമീറോ ഒരു 60 മിനിറ്റ് വരെ നമ്മൾ ദേഷ്യപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കുറ്റം പറഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു. അതായത് ബ്രൂണോയുടെ അസിസ്റ്റുകളൊക്കെ മിസ്സാകുന്നു പറഞ്ഞാൽ എംബൂമ അടിച്ച് മണ്ടേ കൂടെ കളഞ്ഞാൽ എൻ്റെ പിന്നെ ഒന്നും പറയാമല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബ്രൂണോയുടെ 20ാമത്തെ അസിസ്റ്റ് വന്നു. പിന്നെ ഫുൾ ഇമോഷണലി ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമായിരുന്നു. കസമീറോ ഇറങ്ങിപ്പോകുന്നു. കസമീറോയുടെ ലാസ്റ്റ് ഹോം മാച്ച് കഴിഞ്ഞു, കസമീറോ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ബിക്കോസ് ഒരുപാട് കാലമായി ഒരാൾ പോകുന്നു എന്ന് കേട്ടിട്ട് ഇത്രയ്ക്ക് വിഷമം വന്നിട്ട്, അത് ഇത്രയ്ക്ക് ഉള്ളിൽ കയറി വിഷമം വരുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. കസമീറോനെ പറ്റി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓഫ് കോഴ്സ് ഈ ഡിസേർവ് ഇറ്റ്. അപ്പോൾ കസമീറോയുടെ പോക്കും അവസാനമായപ്പോഴത്തേക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ്, അതിൻ്റെ ഇടയിൽ കൂടെ സിർക്സി വരുന്നു. സിർക്സിയും ഡോറും കൂടെ വന്നിട്ട് യുണൈറ്റഡ് ഫാൻസിനെ റേജ് വെയിറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി. അതാ എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനം ചിരിക്കാൻ തുടങ്ങി. കാര്യം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവസാനം ചിരിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആരും ബോധമിടില്ല. അതായത് പ്രോപ്പർ ഗെയിം പ്ലാൻ അനുസരിച്ച് തന്നെ കോർണേഴ്സൊക്കെ എംബൂം എടുക്കുന്നു. ഇപ്പം ബ്രൂണോയുടെ അസിസ്റ്റ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും കോർണർ ബ്രൂണോ എടുക്കണം. പക്ഷേ ഇത് എല്ലാ പ്രാവശ്യത്തെ പോലെ റൈറ്റ് കോർണേഴ്സ് ലെഫ്റ്റ് ഫുട്ടറായിട്ടുള്ള അമാദോ എംബോമോ എടുക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, ടീം ഈസ് ലുക്കിംഗ് ഫോർ എ വിൻ. അതായത് ടീമായിട്ട് തന്നെ ഇതിന് ദിസ് ഇസ് എ വെരി ഗുഡ് തിങ്. അതും ബ്രൂണോയുടെ അതായത് ബ്രൂണോ നോക്കുമ്പോഴത്തേക്കും 2-3 ഷോട്ടൊക്കെ എടുക്കുന്നു. ബ്രൂണോയെ ഇങ്ങനെ വലുതായിട്ട് ട്രൈ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ, ചിലപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതായത് ബ്രൂണോയുടെ ഇത് മാത്രം നോക്കി കളിക്കുകയാണെങ്കിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ആഫ്റ്റർ ദ സബ്സ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി ഇവരെല്ലാം ഓൾ ഔട്ട് അറ്റാക്ക് വിട്ട് നമ്മൾ ഒരുപാട് ഓപ്പൺ ചാൻസ് പോലെ ഓപ്പൺ ഫ്രണ്ടിൽ റൺ ചെയ്തിട്ട് ചിലയിടത്തൊക്കെ ബ്രൂണോ ഡബിൾ മൈൻഡഡ് ആയി മോശം ഡിസിഷൻസ് എടുക്കുന്നതായിട്ട് തോന്നി. പിന്നെ ഡോർഗുവിന് വെച്ച് കൊടുത്തൊരു പാസു, അപ്പുറത്തുനിന്ന് വിങ് ചേഞ്ച് ചെയ്തൊരു പാസു, ഒരു രക്ഷയില്ലായിരുന്നു. അത് ഡോർഗു ഒട്ടും തെറ്റാതെ കൃത്യം സെൽസിൻ്റെ നെഞ്ചാങ്കൂട്ടിലോട്ട് അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, അല്ലാതെ അത് ഡാലോ വല്ലോ അന്ന് മറ്റേ ഗോള് അടിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ഫോർവേഡ്സ് എല്ലാം കൂടെ തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥ തന്നെ. അത് 21ാമത്തെ ഗോള് ഡാലോ അങ്ങ് അടിച്ചു കൊടുക്കുന്ന അതും ഡാലോനെ ഒരു കുറ്റം പറയില്ല അതിനകത്തൊന്നും. നല്ലപോലെ അത് വന്ന് എടുത്തുകൊണ്ട് പോയി അടിച്ചു, അൺലക്കി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സിർക്സി ഡോർഗു ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും വന്ന് റേജ് വെയിറ്റ് ചെയ്തിട്ട് പോയി. വയ്യ അനങ്ങാനൊന്നും. അവരൊക്കെ ഫ്ലെയറുള്ള പ്ലെയേഴ്സ് ആയിരിക്കും, പക്ഷേ നീഡ് ടു ഡു ബെറ്റർ. ഡോർഗു ആയാലും ശരിയാണ്, അതൊക്കെ തന്നെയാണ്. മെയ്സൺ മൗണ്ട് വാസ് റിയലി ഗുഡ് എന്ന് എനിക്ക് തോന്നി. ഒരുപാട് പ്രാവശ്യം ആൾക്കാരെയൊക്കെ സ്കിപ്പ് പാസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്നവരൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. ബേസിക്കലി ഇത് എന്താ പറയുക, കളിയെ പറ്റിയൊന്നും പറയില്ല, നല്ല രീതിയിൽ കളിച്ചു. അവസാനം പറയുന്നുണ്ടായിരുന്നു കമൻറ്റേറ്റേഴ്സ്, ഇത് യുണൈറ്റഡ് ജയിക്കേണ്ട കളിയല്ല, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ഫോറസ്റ്റ് ഡിസർവ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ. അവരടിച്ചിരിക്കുന്ന 2 ഗോളും സെന്നെ ലാമൻസിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് അവരെക്കാളും കുറേ ഗോൾ സ്കോറിങ് ചാൻസും കിട്ടി. പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളത് എംബോമോയുടെ ഹാൻഡ് ബോൾ നമ്മുടെ കുഞ്ഞെ അടിച്ചാണ്. അത് ആക്ച്വലി അതൊരു ഹാൻഡ് ബോളാണ്, ടു ബി വെരി ഓണസ്റ്റ്. അവന് കൈ എവിടെ വെക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അതായത് റൂൾസിൽ അത് ഹാൻഡ് ബോളാണ്. അതും അവൻ്റെ കൈ തട്ടി ബോൾ നിൽക്കുന്നുണ്ട്, ബോൾ അവൻ്റെ കൺട്രോളിലും നിൽക്കുന്നുണ്ട് അവൻ്റെ കൈ തട്ടി. അപ്പോൾ അതൊരു ക്ലിയർ ഹാൻഡ് ബോളാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കരുത്. എന്താ PGMOയിൽ ചെയ്യേണ്ടതെന്നറിയോ? അതായത് ഞാൻ ഒരു ആഴ്സണൽ ചാനൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും, ഈ ആഴ്സണലിൻ്റെ മറ്റേ വെസ്റ്റാമിൻ്റെ പരിപാടി ഉണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ, അത് ആക്ച്വലി പ്രോപ്പർ ഫൗൾ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ആഴ്സണലിനെ ആൾക്കാരെ ഈ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സാധനങ്ങൾ അപ്പുറത്ത് ഗോൾ കൊടുത്തിട്ടുണ്ട് ആഴ്സണൽ ചെയ്യുമ്പോൾ. നമ്മുടെ എക്സാമ്പിൾ തന്നെ, ബൈന്ദറിനെ കൈ പിടിച്ചിട്ടാണ് കലഫ്യൂറിയൊക്കെ ഗോൾ അടിച്ചത്.
എത്ര ഇത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഒരുപാട് കമ്പൈലേഷൻസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നതുകൊണ്ട് PGMOL കുറ്റം പറയേണ്ടത്, ആഴ്സണലിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഒരു തണത്തിൽ നോക്കിക്കഴിഞ്ഞാലാണ്. പക്ഷേ ആഴ്സണലിനെ കുറ്റം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേ ഓഫ് സ്റ്റൈലിൽ എല്ലാവരും കുറ്റം പറയും. അത് പറയാതിരിക്കാൻ പറ്റുമെന്ന് പറയേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അതിനെതിരെ തന്നെ ഭയങ്കര രീതിയിൽ ന്യായീകരിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ട്രോൾ വരുന്നത്. അതാണ് അതിൻ്റെ ഇത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ PGMOL എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീരീസ് ഓഫ് ഇവൻറ്റ്സ് എസ്പെഷ്യലി പെനാൽറ്റി ബോക്സിനകത്ത് ഈ സീസണിൽ തന്നെ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ഈ എന്താ പറയുക, ഈ ഫുട്ടേജൊക്കെ കാണിച്ചിട്ട് ഓരോ കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് ഇനി ഇങ്ങനത്തെ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കളക്റ്റീവ്ലി ഈ ഡിസിഷനെ എടുക്കാവൂ. കളക്റ്റീവ്ലി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് PGMOL ഒന്ന് കൺസിസ്റ്റൻ്റ് ആവും. അല്ലാത്ത പക്ഷേ ഇറ്റ്സ് വെരി മച്ച് കില്ലിങ് ദിസ്, എന്താ പറയുക, എസ്പെഷ്യലി ആഴ്സണലിൻ്റെ ഗോളിയെ അറ്റാക്ക് ചെയ്തിട്ടുള്ള പരിപാടി. അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്പ്രെഡ് അക്രോസ് ഓൾ ദ ടീംസ്. അവസാനം എല്ലാവരും ചെയ്യാൻ തോന്നും. ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി റൂയിൻ ഇറ്റ് ആണ് എൻ്റെ ഒരു ഇത്. സോ അതൊക്കെയാണ് സംഭവിച്ചത്. കസമീറോയുടെ ഒരു വലിയ ഫെയർവെൽ, പിന്നെ ബ്രൂണോ ഇക്വൽസ്. ഇപ്പോൾ ആലോചിക്കുമ്പം KDB മുമ്പിൽ അഗ്വേറോയും പ്രൈം സ്റ്റെർലിംഗൊക്കെ നടന്നപ്പോൾ 20 അസിസ്റ്റ് എടുത്താണോ ബ്രൂണോ അതാ ഇട്ട് കൊടുത്തിട്ട് പഠിക്കാതിരിക്കുന്നത്. അങ്ങനെ 20 എടുത്താണോ ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോട് തന്നെയാണ് ഏറ്റവും വലുത്. ഐ ഹോപ്പ് he at least gets one more assist. He deserves it thoroughly. നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഗ്ലോറി മാൻ യുണൈറ്റഡ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ